ഇപ്പം എൻ്റെ ടീമിലേക്ക് ഞാൻ ഈ ഡെലിഗേഷൻ പാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നേക്കാൾ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതിയ ഒരാളെ നമ്മൾ ഹയർ ചെയ്യുകയാണ് നമുക്ക് പകരമായിട്ട്. അപ്പോൾ കോസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെക്കാൾ കുറഞ്ഞ സാലറിയിൽ ഒരാളെ നമ്മൾ ഹയർ ചെയ്തു. അയാളെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന സ്കിൽഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്ലിക്കേറ്റ് ചെയ്യാൻ അവിടെ ഡിഫിക്കൽട്ടി വരും. ഈ ഒരു ടൈം സ്പാൻ ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്ത് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന അതേ സ്പീഡിൽ അവർ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ആൾ അത്രത്തോളം എഫിഷ്യൻ്റ് അല്ലെങ്കിൽ അവിടെ ക്ലാഷ് വരുന്നതാണ്. ഈ ക്ലാഷ് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ഇത് എൻ്റെ സ്ഥാപനത്തിൽ എനിക്ക് സംഭവിച്ച സമയത്ത് നമ്മൾ പൊതുവെ നോക്കുന്ന സമയത്ത് ജനറലി എല്ലാ എൻ്റർപ്രനേഴ്സും ഡെലിഗേഷൻ പാർട്ട് തുടങ്ങുമ്പോൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഹയർ ചെയ്യുന്നു, അയാളെ കൊണ്ട് നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് ടോട്ടലി റോങ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ടീമിലേക്ക് നമ്മളെക്കാൾ സ്കിൽഡ് ആയിട്ടുള്ള, നമ്മളെക്കാൾ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളെ എപ്പോൾ നമ്മൾ ഹയർ ചെയ്യുന്നു അവിടെ മുതലാണ് നമ്മുടെ ടീം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് രീതിയിലേക്ക് സ്കെയിലബിൾ ആയ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുള്ളതാണ്.